ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന നമ്മുടെ iOS 18.4ന്റെ ഒരു റിവ്യൂ ആണ്. നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്യൂസിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓവറോൾ പറഞ്ഞു പോകാം. നിങ്ങൾ ബാക്കിയുള്ള 18. ചെറിയ അപ്ഡേറ്റ് ഉള്ളത് 18.1, 18.2, 18.3 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 18.4 അത്യാവശ്യം വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ. അത് സൈസ് ആയിക്കോട്ടെ, ബാക്കി ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ബാക്കിയെല്ലാം. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വിർച്വൽ ഇൻ്റലിജൻസ് സാധനമൊക്കെ ഉണ്ട്. നമ്മുടെ ഗൂഗിൾ ലെൻസ് പോലെ സാധനം തന്നെ അത് ആഡ് ചെയ്തതിൻ്റെ പരിപാടിക്ക് കുറച്ച് ഇതിൽ വന്നിട്ടുണ്ട്. 16 സീരീസിലാണ് വന്നിരിക്കുന്നത്, പിന്നെ 15 Pro സീരീസുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ അപ്ഡേറ്റ് പേജ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. 18.4ൻ്റെ നമ്പർ വരുന്നത് 22E240 എന്നൊരു ഇതാണ് അതിൻ്റെ നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ വന്നേക്കുന്നത്. നമുക്ക് 8 ന്യൂ ഇമോജീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെച്ച് സ്റ്റൈൽ ഓപ്ഷൻ ഇൻ ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ന്യൂസ് പ്ലസ്സിൽ കുറച്ച് റെസിപ്പീസ് വന്നിട്ടുണ്ട്. എൻഹാൻസ്മെന്റ് ടു ബെറ്റർ ഓർഗനൈസ് ആൻഡ് ഫിൽട്ടർ യുവർ ലൈബ്രറി ഇൻ ഫോട്ടോസ് ആപ്പിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ബഗ് ഫിക്സസ് വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫോർ യുവർ ഐഫോൺ വന്നിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇതിൽ ഉണ്ടായിരുന്ന കുറേ ബഗ്ഗുകൾ ഇപ്പോൾ സാധനം കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടായിരുന്നു. ആക്ച്വലി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിളിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇത് കോമൺ ആയിട്ട് 18.4ൻ്റെ കൂടെ വന്നേക്കുന്ന കുറേ മെയിൻ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് തന്നെയാണ്. മെയിനായിട്ട് ഇഷ്യൂസ് വന്നേക്കുന്നത് ബാറ്ററിക്കാണ്. എൻ്റെ ബാറ്ററി ബാക്കപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. അത് എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്താ 18.3 എടുത്തപ്പോഴും നമുക്ക് ഇതേപോലെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 18.4 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ ടൈം ട്രെയിനിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കുറേ പേര് വിചാരിക്കും എൻ്റെ ബാറ്ററി കുറഞ്ഞ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറവാണ്, പഴയ ഫോൺ ആയതുകൊണ്ടാണ്. ഇത് പഴയ ഫോണൊന്നുമല്ല, വാറണ്ടി കഴിയാത്ത ഫോണാണ്. ഞാൻ വേണമെങ്കിൽ ബാറ്ററി കപ്പാസിറ്റിയും കാണിച്ചു തരാം. അവിടെ പോയി ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്തോടെ കാണുന്നതായിരിക്കും. 100% ആണ്. അതുപോലെ തന്നെ 176 സൈക്കിൾ കൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ബ്രൈറ്റ്നെസ് ആണല്ലോ. ബ്രൈറ്റ്നെസ് കുറയൂ. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ വിചാരിക്കുന്നു, ഉണ്ടോ? അപ്പോൾ പിന്നെ ഇതിൽ കുറച്ച് ബാറ്ററിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടവർ. അതുപോലെ തന്നെ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ, അതാണ് മെയിൻ ബാറ്ററി ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തത്. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ആപ്പിൾ മ്യൂസിക് ലോഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് സാധനം ക്രാഷ് ആവുന്നുണ്ട്. അതാണ് ഞാൻ വേറൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ബ്ലർ ചിലവർക്ക് 13.3 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്യാമറ സൂം ചെയ്യുമ്പോൾ ബ്ലർ ആവുന്ന ഒരു ഇഷ്യൂ. അത് എനിക്ക് 13.3 അപ്ഡേറ്റ് ചെയ്തപ്പോൾ ആ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ 4 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ചില സമയത്ത് സാധനം സൂം ചെയ്യുമ്പോൾ ഈ ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ 3 ഇഷ്യൂസാണ് എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും 18.4 അപ്ഡേറ്റ് ചെയ്തവർക്ക് നിങ്ങൾ ഈ 3 ഏതെങ്കിലും ഒരെണ്ണം, എന്ന് വെച്ചാൽ എല്ലാ ഡിവൈസുകൾക്കും ഉണ്ടാവില്ല, സെപ്പറേറ്റ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മെയിനായിട്ട് 18.4 ഇഷ്യൂ വന്നേക്കുന്നത് ഗ്ലോബലി വന്നേക്കുന്നത് തന്നെ ബാറ്ററി ഇഷ്യൂസ് കുറച്ച് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഓവറോൾ നമുക്ക് ഈ 18.4 അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 18 സീരീസ് ഇറങ്ങിയതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ iOSന്റെ അപ്ഡേറ്റ് വരുന്നതിൽ നിറച്ച് ബഗ് മാത്രമല്ല, ബഗ്ഗും അതുപോലെ തന്നെ എറേഴ്സും നിറച്ച് എറേഴ്സാണ്. അതെന്ന് വെച്ചാൽ എനിക്ക് 18.0 ഇറങ്ങിയതിന് ശേഷം ആണ് ആക്ച്വലി ഞാൻ ഐഫോണിൻ്റെ പ്രൈമറി ഡിവൈസ് മാറ്റിയത്. അപ്പോൾ അത് കുറേ പേര് മാറ്റിയിട്ടുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഐഫോൺ ഫാൻസുകാരൊക്കെ വന്ന് ചിലപ്പോൾ ഒന്ന് നെഗറ്റീവ് പറയുന്നെങ്കിലും സംഭവം ഇതാണ് ഉണ്ടായിരിക്കുന്നത്. കുറേ പേര് 18 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവർ പ്രൈമറി ഡിവൈസ് ഐഫോൺ യൂസ് ചെയ്യുന്നത് മാറിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ പ്രൈമറി ഡിവൈസ് ഐഫോൺ ആയിരുന്നു. ഇപ്പോൾ ഇതിന് ശേഷം ഞാൻ പ്രൈമറി ഡിവൈസ് സാംസങ്ങിലേക്ക് മാറിയിട്ടുണ്ട്, ആൻഡ്രോയിഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഞാൻ സാംസങ് മാത്രമല്ല വേറെ ഡിവൈസുകളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും വന്ന ഒരു പ്രോബ്ലം. 18 ഇഷ്യൂ നമ്മുടെ 18 അപ്ഡേറ്റ് വന്നതിന് ശേഷം, iOS 18 അപ്ഡേറ്റ് വന്നതിന് ശേഷം. അപ്പോൾ ശരിക്കും പറയാവുന്ന നല്ലൊരു കാര്യം തന്നെയാണ് 18.0 iOSലത്തെ വേർഷൻ വന്നതിന് ശേഷം വൺ ഓഫ് ദി ബെസ്റ്റ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം 18.4. എന്ന് വെച്ചാൽ ഇതുവരെ അത്യാവശ്യം ഉണ്ടായിരുന്ന ഫേമസ് ബഗ്ഗുകളൊക്കെ സാധനം ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചല്ല അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ഡേറ്റിന് ശേഷം തന്നെ, കഴിഞ്ഞ പ്രാവശ്യം അപ്ഡേറ്റ് അല്ല, അതിന് മുമ്പത്തെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് നല്ല സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ഞാൻ തീരെ കമ്പനിയിൽ പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഗ്രീൻ ലൈൻ സ്ക്രീൻ ഷൂ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലാണെങ്കിൽ എന്തുകൊണ്ടും
ഈ 18.4 അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ സെക്യൂരിറ്റിയിൽ പരമായി തന്നെ ഫീച്ചേഴ്സൊക്കെ നോക്കണ്ട, വലിയ കാര്യമുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ല. പക്ഷേ സെക്യൂരിറ്റി പരമായിട്ട് കുറേ ബഗ്ഗുകളും അതുപോലെ തന്നെ കുറേ സെക്യൂരിറ്റി ഫ്ലോസുകളും ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻ സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു സൈബർ വേൾഡിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സെക്യൂരിറ്റി, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഡീറ്റെയിൽസും ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും പ്രൊഫഷണൽ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് സെക്യൂറായിട്ട് വെക്കേണ്ടത് ഒരു നല്ലൊരു, ഞാൻ അത് മാത്രമല്ല ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ എല്ലാ ഡിവൈസിലും എക്സ്ട്രാ സെക്യൂരിറ്റി ആൻറ്റിവൈറസ് സെക്യൂരിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ. അതായത് ഞാൻ എൻ്റെ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നത് നോർട്ടണും അതുപോലെ തന്നെ ബിറ്റ് ഡിഫൻഡറും ആണ്. ഇപ്പോൾ ഐഫോണിലൊക്കെ ആണെങ്കിൽ മെക്കഫെ അല്ലെങ്കിൽ കാസ്പർസ്കൈ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ലാപ്ടോപ്പിലായിക്കോട്ടെ ഡെസ്ക്ടോപ്പിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻലി നോർട്ടണാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് iOS കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാനെല്ലാം എൻ്റെ എല്ലാ ആൻറ്റിവൈറസും ആൻഡ്രോയിഡ് ആൻറ്റിവൈറസ് ആയിക്കോട്ടെ PC ആൻറ്റിവൈറസ് ആയിക്കോട്ടെ എല്ലാം ഞാൻ ആമസോൺ ത്രൂ തന്നെ വാങ്ങിക്കാറ്. അപ്പോൾ ഇതിൽ ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. എൻ്റെ ഈ ഐഫോണിൽ എനിക്ക് തോന്നുന്നു മെക്കഫെ എന്ന് തോന്നുന്നുണ്ട്. ഒറിജിനൽ വെർഷനാണ് പറയുന്നത്, അല്ലാണ്ട് ട്രയലൊന്നും അല്ല കേട്ടോ. മെക്കഫെ സെക്യൂരിറ്റി തന്നെയാണ് കേട്ടോ. ഇതാ ബ്രൈറ്റ്നസ് ഇതാ കണ്ടോ, ഇത് മെക്കഫയുടെ ഒറിജിനൽ വെർഷനാണ് 1 ഇയറിൻ്റെ. അത് നമ്മൾ എല്ലാ കൊല്ലം പുതുക്കാറുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് ഇതാ കണ്ടോ, സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസിൽ കുറച്ച് കാണുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. സബ്സ്ക്രിപ്ഷൻ ഞാൻ എല്ലാ സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കുന്നതാണ് ആമസോൺ പേ. ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആൻഡ്രോയിഡ് ഡിവൈസിലായിക്കോട്ടെ ടാബിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്ന് പറയല്ല, പക്ഷേ നമ്മുടെ ഈ സൈബർ വേൾഡിൽ ഒരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി ഉള്ളത് എപ്പോഴും എന്തുകൊണ്ട് നല്ലതാണ്. കുറേ പേര് പറയും ആൻറ്റിവൈറസ് ഒക്കെ വേസ്റ്റ് ആണെന്നൊക്കെ. വേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, അത് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി തന്നെയാണ്. അപ്പോൾ വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ബിറ്റ് ഡിഫൻഡറൊക്കെ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ബിറ്റ് ഡിഫൻഡർ 1 ഇയറിന് 59 രൂപ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കണ്ട. കാസ്പർസ്കൈ ആകുമ്പോൾ 199 രൂപയോ അങ്ങനെയാണ് വരുന്നത്. മെക്കഫെ ആകുമ്പോൾ ആൻഡ്രോയിഡിൽ iOSലാകുമ്പോൾ നമുക്കൊരു 399 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡിലാകുമ്പോൾ നമുക്കതൊരു 100 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. ആമസോണിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് 18.4. പക്ഷേ ഇതുപോലെ ചെറിയ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ബാറ്ററിയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്യൂ തോന്നിയെന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ഒരു ഫാക്ടർ ആണല്ലോ. പക്ഷേ ഉണ്ടായിരുന്ന ബഗ്ഗുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇതിന് 18.0 വന്നതിന് ശേഷം നമുക്ക് ഈ ബാങ്ക് ആപ്സിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാങ്ക് ആപ്സ് തുറക്കാനും നിങ്ങൾക്ക് അറിയിക്കാൻ അതിൽ കുറേ ബാങ്ക് ആപ്സുകളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് കോട്ടക്കിൻ്റെ ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആമക്സിൻ്റെ ആപ്പ്, അങ്ങനത്തെ കുറച്ച് ആപ്പുകൾക്കൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്താൽ മതി. ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അടുത്ത കാണാം.